നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ കീർത്തന കേശവൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം. പത്തനംതിട്ടയിൽ കത്തിക്കുത്തിൽ യുവാവ് കൊല്ലപ്പെട്ടത് CITU പ്രവർത്തകൻ ജിതിൻ. പത്തനംതിട്ട പെരുന്നാട് മഠത്തുമൂഴിയിലാണ് കൊലപാതകം. AV ജയശങ്കർ ഉണ്ട് വിശദാംശങ്ങളുമായി. ജയശങ്കർ, എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം? ഈ പ്രതികൾ പിടിയിലായിട്ടുണ്ടോ? അതായത് കീർത്തന, രാത്രിയോടുകൂടി രണ്ട് സംഘങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമുണ്ടാകുന്നു. ഈ വാക്കുതർക്കം കത്തിക്കുത്തിലേക്ക് കലാശിച്ചെന്നാണ് നിലവിൽ പ്രാഥമികമായി ലഭ്യമാവുന്ന വിവരം. ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട CITU പ്രവർത്തകൻ ജിതിന്റെ മൃതദേഹം പത്തനംതിട്ടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് നിലവിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾക്ക് ഈ കത്തിക്കുത്തിൽ പരിക്ക് പറ്റിയെന്നൊരു വിവരവും ലഭ്യമാവുന്നുണ്ട്. പക്ഷെ ഇക്കാര്യത്തിലെല്ലാം തന്നെ പോലീസിന്റെ ഒരു സ്ഥിരീകരണം ഇനിയും വരാനുണ്ട്. കാരണം രാത്രി ഏറെ വൈകിയൊരു സംഭവമാണ്. പോലീസ് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ കൊലപാതകമാണെന്നൊരു ആരോപണം CPIMന്റെ ഭാഗത്തു നിന്ന് CPIMന്റെ ചില പ്രാദേശിക നേതാക്കളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് നിലവിൽ സ്ഥിരീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം പോലീസ് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയാണ്. രണ്ട് സംഘങ്ങൾ തമ്മിൽ പരസ്പരം പ്രശ്നമുണ്ടായി. ഈ പ്രശ്നം കത്തിക്കുത്തിലേക്ക് കലാശിച്ചു എന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. പത്തനംതിട്ട പെരുന്നാട് മടത്തുംകുഴിയിലാണ് ഇത്തരത്തിലൊരു പ്രശ്നം എന്തായാലും നടന്നത്. ഈ കൊല്ലപ്പെട്ട ജിതിൻ പ്രാദേശിക CITU പ്രവർത്തകനാണ്. സംഘടനാ പ്രവർത്തനവുമായൊക്കെ ബന്ധപ്പെട്ട് വളരെ സജീവമായി നാട്ടിലുള്ള ഒരാൾക്കാണ് കുത്തേറ്റിരിക്കുന്നത്. എന്തായാലും ഇത് രാഷ്ട്രീയ കൊലപാതകമാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മറുപടി പറയേണ്ടത്, വിശദീകരണം നൽകുക പോലീസായിരിക്കും. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നിലവിൽ നടത്തുകയാണ്. എന്തായാലും കൊല്ലപ്പെട്ട ജിതിന്റെ മൃതദേഹം നിലവിൽ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് സൂക്ഷിച്ചത്. ഈ സംഭവത്തിൽ പരിക്കേറ്റ മറ്റൊരാൾ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ആശുപത്രിക്ക് പുറത്ത് CPIMന്റെ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ നിലവിൽ എന്തായാലും തടിച്ചുകൂടിയിട്ടുണ്ട്. പ്രദേശത്ത് സംഘർഷാവസ്ഥ ഇല്ലാതിരിക്കാൻ പോലീസ് കൃത്യമായൊരു നിരീക്ഷണവും പെട്രോളിങ്ങും എല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. എന്തായാലും പ്രതികളെ കുറിച്ച് വിവരം ലഭിച്ചു എന്നാണ് പോലീസ് നിലവിൽ വ്യക്തമാകുന്നത്. പക്ഷേ ഇക്കാര്യത്തിലെല്ലാം തന്നെ ഔദ്യോഗികമായി പോലീസ് ഒരു മറുപടിയും നൽകാത്തൊരു സാഹചര്യമുണ്ട്. രാത്രി സമയമാണ്. പോലീസ് അല്പസമയം മുമ്പാണ് ഈ വിവരങ്ങളെല്ലാം പോലീസിന് പോലും ലഭ്യമായി തുടങ്ങിയത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് കൊലയാളികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തിനു കൊന്നു ഉൾപ്പെടെയുള്ള ഈ കൊലപാതകം നടത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. കീർത്തന, ശരി. പത്തനംതിട്ടയിലാണ് കത്തിക്കുത്തിൽ CITU പ്രവർത്തകൻ ജിതിൻ കൊല്ലപ്പെട്ടത്. പത്തനംതിട്ട പെരുന്നാട് മഠത്തുമൂഴിയിലാണ് കൊലപാതകം. സംഭവത്തിൽ ഒരാൾക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി തുടങ്ങിയിട്ടുള്ളൂ. AV ജയശങ്കറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ മറ്റു വാർത്തകളിലേക്ക്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചാണ് 17, 18 തീയതികളിൽ അമീർ ഇന്ത്യയിലെത്തുന്നത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യക്കാർക്കുള്ള വിസ നിയന്ത്രണം ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ 8.5 ലക്ഷത്തോളം വരുന്ന ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികളും ഏറെ പ്രതീക്ഷയോടെയാണ് അമീറിന്റെ ഇന്ത്യ സന്ദർശനത്തെ കാത്തിരിക്കുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിൽ മന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, വ്യാപാര വ്യവസായ രംഗത്തെ പ്രമുഖരുൾപ്പെടെ ഉന്നത സംഘം അമീറിനെ അനുഗമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ വ്യാപാരം, നിക്ഷേപം, ഊർജം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിലെ സഹകരണം ചർച്ചയാകും. 18-ന് രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി അമീർ കൂടിക്കാഴ്ച നടത്തും. നീണ്ട 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അമീർ ഇന്ത്യയിൽ എത്തുന്നത്. അമീറായി ചുമതലയേറ്റ ശേഷം 2015 മാർച്ചിലായിരുന്നു ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ ആദ്യ ഇന്ത്യ സന്ദർശനം. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഖത്തർ സന്ദർശനത്തിനിടെ അമീറിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലെ സൗഹൃദം ശക്തമാക്കുന്നതിലും വ്യാപാര നിക്ഷേപ മേഖലകളിലെ ബന്ധം ദൃഢമാക്കുന്നതിലും അമീറിന്റെ ഇന്ത്യ സന്ദർശനം നിർണായകമായിരിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഇതിനിടെ ഖത്തർ പൗരന്മാർക്ക് ഇന്ത്യ സന്ദർശിക്കാൻ വിസ സൗകര്യം ഒരുക്കിയതായി ഖത്തറിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. തീരുമാനം ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും ഇന്ത്യൻ എംബസി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച അറിയിപ്പിൽ വ്യക്തമാക്കി. ഇന്ത്യ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന ഖത്തർ പൗരന്മാർക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാമെന്നും വിസ അനുവദിക്കുന്നതിനുള്ള നിബന്ധനകളും മറ്റ് വിശദാംശങ്ങളും ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു. അതേസമയം ഖത്തർ പൗരന്മാർക്ക് നിലവിൽ അനുവദിക്കുന്ന പേപ്പർ വിസ സേവനങ്ങൾ തുടരുമെന്നും എംബസി അറിയിച്ചു. അൻവർ പാലേരി, 24 ദോഹ. ജ്യോതിശാസ്ത്ര കണക്കുകൾ പ്രകാരം മാർച്ച് 1 വിശുദ്ധ റമദാനിലെ ആദ്യ ദിനമായിരിക്കാൻ സാധ്യതയെന്ന് ഖത്തർ കലണ്ടർ ഹൌസ്. കുവൈത്തിലെ അൽ അജാരി സയന്റിഫിക് സെന്ററുമായി സഹകരിച്ച് ഖത്തർ കലണ്ടർ ഹൌസിലെ ജ്യോതിശാസ്ത്ര വിദഗ്ധർ നടത്തിയ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവചനം. ഈ വർഷത്തെ റമദാൻ മാസപ്പിറവി ഫെബ്രുവരി 28-ന് ദോഹ കുവൈത്ത് സമയം പുലർച്ചെ 3:45 കാണുമെന്ന് ഖത്തർ കലണ്ടർ ഹൌസും അൽ അജാരി സയന്റിഫിക് സെന്ററും സംയുക്തമായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതേസമയം വിശുദ്ധ റമദാൻ മാസത്തിൽ ആരംഭം സംബന്ധിച്ച അന്തിമ തീരുമാനം
എൻഡോമെന്റ് ആൻഡ് ഇസ്ലാമിക് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടേതായിരിക്കും. സൗദിയിൽ പുതിയ നിക്ഷേപ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ പുതിയ ലൈസൻസ് അനുവദിച്ചു തുടങ്ങി. എല്ലാ വിഭാഗം ബിസിനസ്സും ഒരു ലൈസൻസിൽ ചെയ്യാമെന്നതും നടപടിക്രമങ്ങളുടെ സുതാര്യതയും ചുരുങ്ങിയ നിരക്കും പുതിയ നിയമത്തിന്റെ പ്രത്യേകതകളാണ്. ട്രേഡിംഗ്, സർവീസ്, ഇൻഡസ്ട്രിയൽ ബിസിനസ്സുകളെല്ലാം ഒരു ലൈസൻസിൽ ചെയ്യാം എന്നതാണ് സൗദിയിലെ പുതിയ നിക്ഷേപ നിയമത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. നേരത്തെ ഓരോ മേഖലയ്ക്കും പ്രത്യേകം ഫീസ് ഈടാക്കിയിരുന്നു. ഇനി ഒരു ലൈസൻസിന്റെ ഫീസ് മാത്രം നൽകിയാൽ മതി. പുതിയ നിയമം ഒരാഴ്ച മുമ്പ് പ്രാബല്യത്തിൽ വന്നെങ്കിലും ലൈസൻസ് ഇറങ്ങിയിരുന്നില്ല. പുതിയ ലൈസൻസ് ഇപ്പോൾ ഇറങ്ങി തുടങ്ങിയതായി എമറാൾഡ് ബിസിനസ് കൺസൾട്ടന്റ് CEO നാസർ TN പുരം പറഞ്ഞു. വിസ ലൈസൻസിന് പകരം ഇൻവെസ്റ്റ്മെന്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പോൾ അനുവദിക്കുന്നത്. ഇതാണ് പുതിയ ലൈസൻസ്. പുതിയ ഇൻവെസ്റ്റ്മെന്റ് ലോയിൽ പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഇന്നു മുതൽ നമുക്ക് പുതിയ ലൈസൻസിന്റെ കോപ്പികൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലെ മാറ്റം എന്ന് പറഞ്ഞാൽ മുൻപ് ട്രേഡിംഗ്, സർവീസ്, ഇൻഡസ്ട്രി ഇങ്ങനെ 3 സെക്ടറിലായിരുന്നു ലൈസൻസ് തന്നിരുന്നത്. അതിനു പകരം ഇപ്പോൾ ഒറ്റ രജിസ്ട്രേഷൻ ആക്കി മാറ്റി. അതുമാത്രമല്ല, ഇതിൽ എല്ലാവിധ ആക്ടിവിറ്റികളും ഒരൊറ്റ ലൈസൻസിൻ്റെ അണ്ടറിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. വിദേശ കമ്പനികളിൽ നിന്ന് ഈടാക്കുന്ന ലൈസൻസ് ഫീസ്, ട്രേഡിംഗ് ബിസിനസ്സിനുള്ള ക്യാപിറ്റൽ, വിദേശത്ത് കമ്പനി ഉണ്ടായിരിക്കൽ തുടങ്ങിയ നിയമങ്ങളിൽ നിലവിൽ മാറ്റമൊന്നുമില്ല. കൂടുതൽ വിദേശ നിക്ഷേപകരെ സൗദിയിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായാണ് നിക്ഷേപ നിയമം ഭേദഗതി ചെയ്തത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. UAEയിൽ നാളെ മഴയ്ക്ക് സാധ്യത. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ പ്രദേശത്തും തീരദേശങ്ങളിലും രാവിലെ മുതൽ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മഴ ചൊവ്വാഴ്ച വരെ തുടരും. അതേസമയം താപനില കൂടുമെന്നാണ് വിലയിരുത്തൽ. ദുബായിൽ താപനില 28 ഡിഗ്രി സെൽഷ്യസ് വരെയും അബുദാബിയിൽ 31 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. 23 ഡിഗ്രി സെൽഷ്യസ് ആണ് കുറഞ്ഞ താപനില കണക്കാക്കുന്നത്. കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ ആവാൻ ഇടയുണ്ടെന്നും കടൽ പ്രക്ഷുബ്ധമായിരിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. സൗദിയിലെ അൽഖോബാർ OICC ഏരിയ കമ്മിറ്റിയുടെ വാർഷികാഘോഷ പരിപാടിയായ വിസ്മയ സന്ധ്യ ഫെബ്രുവരി 21 നടക്കും. അൽഖോബാറിലെ ഹാബിറ്റാറ്റ് ഹോട്ടലിലാണ് പരിപാടി. ഷാഫി പറമ്പിൽ MP മുഖ്യാതിഥിയായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. OICC സൗദി കിഴക്കൻ പ്രവിശ്യ റീജിയണൽ കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന OICC അൽഖോബാർ ഏരിയ കമ്മിറ്റിയുടെ വാർഷികാഘോഷമാണ് വിസ്മയ സന്ധ്യ എന്ന പേരിൽ സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 21 വെള്ളിയാഴ്ച അൽഖോബാറിലെ ഹാബിറ്റാറ്റ് ഹോട്ടലിൽ നടക്കുന്ന പരിപാടിയിൽ വടകര പാർലമെന്റ് അംഗം ഷാഫി പറമ്പിൽ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഔദ്യോഗിക പരിപാടിക്ക് ഇതാദ്യമായാണ് ഷാഫി പറമ്പിൽ MP സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയിലേക്ക് എത്തുന്നത് എന്നതിനാൽ തന്നെ OICC പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് മലയാളി പ്രവാസി സമൂഹവും ഏറെ ആവേശത്തിലാണ്. വൈകുന്നേരം 5 മണിക്ക് കിഴക്കൻ പ്രവിശ്യയിലെ പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന സംഗീത നൃത്ത പരിപാടികളോടെ വിസ്മയ സന്ധ്യയ്ക്ക് തുടക്കമാവും. OICC അൽഖോബാർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് AK സജൂബ് അധ്യക്ഷം വഹിക്കുന്ന പരിപാടി OICC കിഴക്കൻ പ്രവിശ്യ കമ്മിറ്റി പ്രസിഡന്റ് EK സലീം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് മുഖ്യാതിഥി ഷാഫി പറമ്പിൽ MP പ്രവാസി സമൂഹത്തോട് സംസാരിക്കും. OICC അൽഖോബാർ ഏരിയ കമ്മിറ്റി പ്രഖ്യാപിച്ച 5 പേർക്കുള്ള ബിസിനസ് അവാർഡും ചടങ്ങിൽ സമ്മാനിക്കും. 1000-ലധികം പേർ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കിഴക്കൻ പ്രവിശ്യയിലെ എല്ലാ പ്രവാസി സമൂഹത്തെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും OICC അൽഖോബാർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് AK സജൂബ്, വൈസ് പ്രസിഡന്റ് സുബൈർ പാറക്കൽ, ജനറൽ സെക്രട്ടറി രാജേഷ് ആറ്റുവ, ട്രഷറർ ഷൈൻ കരുനാഗപ്പള്ളി, ഗ്ലോബൽ കമ്മിറ്റി പ്രതിനിധി ജോൺ കോശി, റീജിയണൽ ജനറൽ സെക്രട്ടറിയും പ്രിയദർശിനി പബ്ലിക്കേഷൻ സൊസൈറ്റി സൗദി അക്കാദമിക് കൗൺസിൽ കോർഡിനേറ്ററുമായ സക്കീർ പറമ്പിൽ എന്നിവർ അറിയിച്ചു. സുബൈറുദ്ദീൻ, 24 ദമാം. OICC ദമാം മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ദമാം സൂപ്പർ ലീഗ് സീസൺ 1 ക്രിക്കറ്റ് മത്സരം സമാപിച്ചു. ദമാം ഗൂഖ ക്രിക്കറ്റ് അക്കാദമി ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 7 വിക്കറ്റിന് യൂണിഫൈഡ് ബ്ലൂസ് ജേതാക്കളായി. OICC ദമാം മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് ദമാം സൂപ്പർ ലീഗ് സീസൺ 1 ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ദമാം ഗൂഖ ക്രിക്കറ്റ് അക്കാദമി ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ 2 ദിവസങ്ങളിലായി നടന്ന മത്സരത്തിൽ കിഴക്കൻ പ്രവിശ്യയിലെ പ്രമുഖരായ 14ഓളം ടീമുകൾ തമ്മിലാണ് മാറ്റുരച്ചത്. യൂണിഫൈഡ് ബ്ലൂസും JK സ്ട്രൈക്കേഴ്സും തമ്മിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ യൂണിഫൈഡ് ബ്ലൂസ് 7 വിക്കറ്റിനാണ് വിജയ കിരീടം സ്വന്തമാക്കിയത്. വിന്നേഴ്സിനായി മലപ്പുറം ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ 5001 റിയാലും ട്രോഫിയും ബദറുദ്ദീൻ അബ്ദുൽ മജീദും ഗഫൂർ വണ്ടൂരും ചേർന്ന് സമ്മാനിച്ചു. റണ്ണേഴ്സിനുള്ള 3001 റിയാലും ട്രോഫിയും റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് EK സലീമും അഷ്റഫ് കൊണ്ടോട്ടിയും നൽകി. ഫൈനൽ മാൻ ഓഫ് ദി മാച്ച് ട്രോഫി ഷിഹാബ് കായംകുളവും സമ്മാനിച്ചു. ടൂർണമെന്റ് ബെസ്റ്റ് പ്ലെയറിനുള്ള ട്രോഫി
ഹമീദ് മരക്കാശ്ശേരിയും സമ്മാനിച്ചു. ഷൌക്കത്ത് അലി വെള്ളില, അൻവർ വണ്ടൂർ, അബ്ദുള്ള തൊടിക, ഷിജില ഹമീദ്, ഷാഹിദ് കൊടിയേങ്ങൽ, കരീം പരുത്തിക്കുന്നൻ, സഫീർ തറമൽ, റസാഖ് നഹ, ആസിഫ് താനൂർ, സിദ്ദീഖ്, മുസ്തഫ പള്ളിക്കൽ ബസാർ, റഫീഖ് നെയ്തല്ലൂർ എന്നിവർ മറ്റ് വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. OICC നേതാക്കളായ സി അബ്ദുൽ ഹമീദ്, ഹനീഫ റാവുത്ത്, റഫീഖ് കുട്ടികളങ്ങാടി, ഡോക്ടർ സിന്ധു ബിനു, പ്രമോദ് പൂപ്പാല, പാർവതി സന്തോഷ്, ബിനു പി ബേബി, നിഷാദ് കുഞ്ചു, രാധിക ശ്യാമപ്രകാശ്, ലിബി ജെയിംസ്, ആയിഷ സജൂബ് എന്നിവരും സമാപന ചടങ്ങിൽ സംബന്ധിച്ചു. സുബൈറുദ്ദൂർ, 24 ദമാം. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ പ്രമുഖരായ 10 ക്രിക്കറ്റ് ടീമുകളെ പങ്കെടുപ്പിച്ച് 40+ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. A40 നിഹാൻ മാമ സൂപ്പർ കപ്പ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിലെ ജേഴ്സി പ്രകാശനവും ട്രോഫി ലോഞ്ചിങ്ങും ദമാമിൽ നടന്നു. ഫെബ്രുവരി 7-ന് ദമാമിലെ ERCA ഗ്രൗണ്ട്, ജൂക്ക ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിലായാണ് മത്സരങ്ങൾ. പ്രകാശന ചടങ്ങ് ടൂർണമെന്റ് ചെയർമാൻ നജീം ബഷീർ ഉദ്ഘാടനം ചെയ്തു. വിന്നേഴ്സ് ട്രോഫി ഷിഹാബ് കൊയിലാണ്ടി, സുരേഷ് റാവുത്ത്, സലീം ഷാഹുദ്ദീൻ എന്നിവരും, റണ്ണേഴ്സ് ട്രോഫി മജ്റൂഫ്, ബിജു കല്ലുമല എന്നിവർ ചേർന്നും ലോഞ്ച് ചെയ്തു. സംസ്കൃതി ഖത്തർ ഹമ്മദ് മെഡിക്കൽ കോർപ്പറേഷൻ ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. 21-ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ 6 മണി വരെ ഹമ്മദ് മെഡിക്കൽ സിറ്റിയിലെ ബ്ലഡ് ഡോണേഴ്സ് സെന്ററിലാണ് ക്യാമ്പ്. ക്യാമ്പിന്റെ ഭാഗമായി കുട്ടീസ് മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഒരുക്കുന്നുണ്ട്. രക്തദാതാക്കൾക്ക് കുട്ടീസ് മെഡിക്കൽ സെന്ററിന്റെ 4 സൗജന്യ ഡോക്ടർ കൺസൾട്ടേഷനും മറ്റ് ഡിസ്കൗണ്ട് ചികിത്സാ പാക്കേജുകളും അടങ്ങുന്ന കുട്ടീസ് കെയർ പ്ലസ് കാർഡും സർട്ടിഫിക്കറ്റും നൽകുമെന്ന് സംസ്കൃതി ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ദുബായിൽ കെട്ടിട ഉടമകൾ വാടക കൂട്ടുന്നതിന് മുൻപ് വാടകക്കാരന് 90 ദിവസത്തെ നോട്ടീസ് നൽകണമെന്ന് വ്യക്തമാക്കി ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ്. പുതിയ സ്മാർട്ട് റെന്റൽ ഇൻഡെക്സ് അനുസരിച്ച് വാടക നിരക്ക് കൂട്ടുമെങ്കിലും 90 ദിവസത്തെ നോട്ടീസ് നിർബന്ധമാണ്. വാടകക്കാരൻ കരാർ പുതുക്കുന്നില്ലെങ്കിലും ഇതാണ് നിയമം. പഴയ റെന്റൽ ഇൻഡെക്സിൽ വാടക നിരക്ക് കൂടുകയും പുതിയതിൽ മാറ്റമില്ലാതെ തുടരുകയും ചെയ്യുമെന്നാണ് കരാർ. പുതുക്കിയ വർഷം അനുസരിച്ചായിരിക്കും പിന്നീടുള്ള വാടക തീരുമാനിക്കുക. 2025-ലാണ് കരാർ പുതുക്കിയതെങ്കിൽ പുതിയ റെന്റൽ ഇൻഡെക്സ് ആയിരിക്കും നടപ്പാക്കുക. ഈ വർഷം ജനുവരിയിലാണ് പുതിയ സ്മാർട്ട് റെന്റൽ ഇൻഡെക്സ് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് അവതരിപ്പിച്ചത്. കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ മർഹബ യാ ഷഹർ റമദാൻ സംഘടിപ്പിച്ചു. ഷർക്കിലെ അവാദി മസ്ജിദ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വാഗ്മി അഷ്റഫ് ഏഗരൂൽ മുഖ്യപ്രഭാഷണം നടത്തി. ആക്ടിംഗ് പ്രസിഡന്റ് KC റഫീഖ് അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ AP അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. മതകാര്യ വിഭാഗം വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ്, വൈസ് ചെയർമാൻ ഇബ്രാഹിം കുന്നിൽ, ജനറൽ സെക്രട്ടറി ഇക്ബാൽ, ട്രഷറർ മുനീർ, മറ്റു കേന്ദ്ര സോണൽ ബ്രാഞ്ച് നേതാക്കൾ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ദുബായിലെ ബൈക്ക് ഡെലിവറി തൊഴിലാളികൾക്കായി കൂടുതൽ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കി ദുബായ് റൂട്ട്സ് ആൻഡ് ട്രാൻസ്പോർട്ട്സ് അതോറിറ്റി. അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള 40 കേന്ദ്രങ്ങളുടെ നിർമ്മാണമാണ് പൂർത്തിയായത്. ഓരോ കേന്ദ്രത്തിലും 10ഓളം പേർക്കുള്ള ഇടം, കുടിവെള്ളം, ലഘുഭക്ഷണം കിട്ടുന്ന വെൻഡിംഗ് മെഷീൻ, മൊബൈൽ ഫോൺ ചാർജിംഗ് സ്റ്റേഷൻ എന്നിവ ഉണ്ടാകും. മോട്ടോർ സൈക്കിളുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ദുബായിൽ മാത്രം 2535 കമ്പനികളിലായി ആകെ 46,000 ബൈക്കുകൾ വരെ ഡെലിവറി സേവനങ്ങൾ നടത്തുന്നുണ്ടെന്ന് RTA അറിയിച്ചു. കുവൈറ്റ് വയനാട് ജില്ലാ അസോസിയേഷൻ 2025 വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്തു. ജിനേഷ് ജോസാണ് പ്രസിഡന്റ്. ഗിരീഷ് വയനാട് ജനറൽ സെക്രട്ടറി. ഷൈൻ ബാബുവിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ വയനാട്ടിൽ കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാ കുവൈറ്റ്, അബ്ബാസിയ A യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗവും ബാലവേദി കേന്ദ്ര രക്ഷാധികാരി സമിതി അംഗവുമായ ഹരിരാജിന്റെ പിതാവ് ആലപ്പുഴ തുമ്പോളി ആതിരയിൽ VV രാജഗോപാൽ നിര്യാതനായി. PWD റിട്ടയേർഡ് സീനിയർ സൂപ്രണ്ടായിരുന്നു. കേരള NGO യൂണിയൻ മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, പുരോഗമന കലാസാഹിത്യ സംഘം, കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ എന്നിവയുടെ ആലപ്പുഴ ഏരിയ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 6-ന് വീട്ടുവളപ്പിൽ നടക്കും. തൃശൂർ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി പിടിയിൽ. ചാലക്കുടി ആശാരിപ്പാറ സ്വദേശി റിജു ആന്റണിയാണ് പിടിയിലായത്. കടം വീട്ടാനാണ് കൊള്ളയടിച്ചതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. മോഷ്ടിച്ച 15 ലക്ഷം രൂപയിൽ 10 ലക്ഷം രൂപ കണ്ടെത്തി. സുരജ് സജിയുണ്ട് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. സുരജ്, ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? കീർത്തന നിലവിൽ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ചാലക്കുടി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ്
റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്ക് എത്തിച്ചു. അവിടെ വച്ച് ഒരു റൗണ്ട് ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഈ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ ചാലക്കുടി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഈ മോഷണത്തിലേക്ക് നയിച്ചത് ധൂർത്താണ് എന്നുള്ളതാണ് പ്രതി സമ്മതിച്ചിരിക്കുന്നത്. വിദേശത്തുള്ള ഭാര്യ പലപ്പോഴായി അയച്ചു നൽകിയ പണം അതെല്ലാം തന്നെ തന്റെ ധൂർത്തിന് വേണ്ടി ഉപയോഗിച്ചു. ഭാര്യ അടുത്ത മാസം മടങ്ങി വരാനിരിക്കെ ഈ പണം നൽകാനില്ലാത്തതാണ് ഈ മോഷണത്തിന് വേണ്ടി പ്രേരിപ്പിച്ചതെന്നുള്ളതാണ് പ്രതിയുടെ മൊഴി. അതോടൊപ്പം തന്നെ പലരോടായി ഈ പലപ്പോഴായി ഈ പണം കടം വാങ്ങിയിരുന്നു. ഈ പണം എല്ലാം മടക്കി നൽകുന്നതിന് വേണ്ടിയാണ് ഈ ഫെഡറൽ ബാങ്കിൽ നിന്ന് 15 ലക്ഷം രൂപ കവർന്നതെന്നുള്ളതാണ് പ്രതി ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. അതിൽ ഈ 15 ലക്ഷം രൂപ കവർന്നതിൽ 5 ലക്ഷം രൂപ ഈ പലിശക്കാർക്ക് മടക്കി നൽകി എന്നുള്ളതാണ് പ്രതിയുടെ മൊഴി. ഇത് അടിസ്ഥാനപ്പെടുത്തിയാണ് പോലീസ് ഇപ്പോൾ ഈ മൊഴിയടക്കം രേഖപ്പെടുത്തി വരുന്നത്. എന്തായാലും ഇതിലേക്ക് അതായത് പ്രതിയെ പിടികൂടുന്നതിലേക്ക് നയിച്ചത് നിർണായകമായ CCTV ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ഈ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവുമാണ്. ഈ പ്രതി 3 തവണ വസ്ത്രം മാറിയാണ് ഈ മോഷണത്തിന് ശേഷം ഈ ദേശീയപാതയിലൂടെ യാത്ര ചെയ്തതെങ്കിൽ പോലും ഈ പ്രതിയുടെ ഷൂ മാറാതിരുന്നതിനെ തുടർന്ന് ഈ ഷൂവിൽ കണ്ടെത്തിയ ഒരു നിർണായക ഇടപെടലാണ്, അല്ലെങ്കിൽ ഷൂ മാറാത്തതിനെ തുടർന്നാണ് ഈ പ്രതിയിലേക്ക് നയിക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചത്. അതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പിന്നീട് പ്രതി പിടിയിലാവുകയായിരുന്നു. ഈ ഷൂവിന്റെ കളർ തന്നെയാണ് പ്രതിയെ കുരുക്കിയതെന്ന് പോലീസും അടിവരയിടുന്നുണ്ട്. എന്തായാലും പ്രതി നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. നിലവിൽ ഈ ഡിവൈഎസ്പി ഓഫീസിലെത്തിയ പ്രതിയെ ചാലക്കുടി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുന്നു. വൈദ്യപരിശോധന ഉൾപ്പെടെ നടപ്പിലാക്കി നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ നീക്കം. കീർത്തന. ശരി, സൂരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. അമേരിക്കയിലെ ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാരുമായുള്ള 3ാമത്തെ വിമാനം അമൃത്സറിലെത്തി. 112 അനധികൃത കുടിയേറ്റക്കാരുമായാണ് വിമാനം എത്തിയത്. 3 വിമാനങ്ങളിലായി 333 പേർ ഇതുവരെ രാജ്യത്ത് തിരികെ എത്തി. യുഎസിന്റെ സൈനിക വിമാനത്തിലാണ് സംഘം എത്തിയത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ച നടക്കും. സൗദി അറേബ്യയിൽ വെച്ച് അടുത്ത ആഴ്ചയാണ് ചർച്ചകൾ നടക്കുക. യുഎസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ റഷ്യൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ രാജ്യങ്ങളെ ഒഴിവാക്കിയാകും സമാധാന ചർച്ചകൾ നടക്കുക. യൂറോപ്യൻ രാജ്യങ്ങൾ അടുത്ത ആഴ്ച പാരീസിൽ അടിയന്തര ഉച്ചകോടി വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് അമേരിക്കൻ നീക്കം. നേരത്തെ യൂറോപ്പ് സ്വന്തം സേനയുണ്ടാക്കണമെന്ന ആവശ്യവുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയുള്ള ലേഖനം വിശദീകരിച്ചും നിലപാടിൽ ഉറച്ചും ഡോക്ടർ ശശി തരൂർ MP. കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയെപ്പറ്റിയാണ് ലേഖനമെന്നും സംസ്ഥാന സർക്കാരിനെ എല്ലാ കാര്യങ്ങളിലും പിന്തുണച്ചിട്ടില്ലെന്നും തരൂർ വ്യക്തമാക്കി. ശശി തരൂരിനെ തിരുത്തി മുസ്ലിം ലീഗ് രംഗത്തെത്തി. കിൻഫ്രയും ഇൻഫോ പാക്കും തുടങ്ങിയത് UDFന്റെ കാലത്താണെന്ന് PK കുഞ്ഞാലിക്കുട്ടി ഓർമ്മിപ്പിച്ചു. തരൂരിനെ പരസ്യമായി തള്ളി കോൺഗ്രസ് നേതാക്കൾ ഇന്നും രംഗത്ത് വന്നു. കേരളത്തിലെ വ്യവസായ അന്തരീക്ഷത്തെ പുകഴ്ത്തിയുള്ള ലേഖനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ. പറഞ്ഞത് തിരുത്തിയില്ലെങ്കിലും അല്പം മയപ്പെടുത്തി ഫേസ്ബുക്കിലൂടെ പ്രതികരണം നടത്തി. പിന്നാലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പോരിനുറച്ചു തന്നെ എന്ന പ്രഖ്യാപനം. തന്റെ ലേഖനം ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന പരിഹാസം. ഞാൻ ആവശ്യപ്പെട്ടൊരു കാര്യം കേരളത്തിൽ ഇപ്പോൾ ചെയ്യാൻ അവർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ അംഗീകരിക്കേണ്ടത്. ഞാൻ ഈ ആർട്ടിക്കിളിൽ കേരള എക്കോണമിയെക്കുറിച്ച് മൊത്തം എഴുതിയതല്ല. ഞാൻ സ്റ്റാർട്ടപ്സിനെ കുറിച്ച് മാത്രമാണ്. അത് ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് അത് മനസ്സിലാവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാൻ ഒരു ആർട്ടിക്കിളിൽ ഒരു വിഷയത്തിനെക്കുറിച്ച് പറഞ്ഞു. അതിലും ഫാക്ട്സും ഫിഗേഴ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പ്രവർത്തക സമിതി അംഗത്വം രാജിവെച്ച ശേഷം വ്യക്തിപരമായ അഭിപ്രായം പറയണമെന്ന് MM ഹസൻ. ഒരു പാർട്ടിയുടെ MP, കോൺഗ്രസിൻ്റെ അത്യുന്നത സമിതിയിലെ ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ അദ്ദേഹം ഇങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി അങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം മിനിമം ചെയ്യേണ്ട ഒരു കാര്യം ആ അത്യുന്നത സമിതിയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ട് വേണം ഇത്തരം സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാൻ. ശശി തരൂരിന്റെ നിലപാടിൽ മുസ്ലിം ലീഗിനും എതിർപ്പുണ്ട്. രാഷ്ട്രീയ സാഹചര്യത്തെ ഗൗരവത്തോടെ കാണുന്നുവെന്നും പറയേണ്ട സ്ഥലത്ത് പറയാൻ കെൽപ്പുള്ള പാർട്ടിയാണ് ലീഗെന്നും PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. പിൽക്കാലത്ത് കേരളത്തിൽ വന്ന വ്യവസായങ്ങൾ 90% കിൻഫ്ര പാർക്കിനകത്താണ്. അപ്പോൾ കേരളത്തിൽ വ്യവസായ രംഗത്ത് വമ്പിച്ച മാറ്റം വരുത്തിയത് UDF ഗവൺമെൻറ്റുകളാണ്. പക്ഷേ വ്യവസായ അന്തരീക്ഷം എന്ന പ്രശ്നം കേരളത്തിലുണ്ടായിരുന്നില്ലെങ്കിൽ അത് ഈ പറഞ്ഞ നോക്കുകൂലിയും ഇൻവെസ്റ്റേഴ്സിന് നേരിടേണ്ടി വരുന്ന ഭീഷണിയും കാര്യങ്ങളും മറ്റുമൊക്കെയാണ്. ഹൈക്കമാൻഡ് ഉൾപ്പെടെ ശശി തരൂരിന്റെ നിലപാടിനെ തള്ളി. കേരളത്തിൽ വേണ്ടത്ര പരിഗണന കിട്ടാത്തതാണ് തരൂരിന്റെ എതിർപ്പിന് കാരണമെന്നാണ് സൂചന. നടപടിയെടുക്കണമെന്നാവശ്യപ്പെടുന്നവരും കോൺഗ്രസിലുണ്ട്. അതേസമയം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഇനിയും എഴുതാനുണ്ടെന്നുമാണ് ശശി തരൂരിന്റെ നിലപാട്. 24 തിരുവനന്തപുരം.
സംസ്ഥാനത്തെ വ്യവസായ അന്തരീക്ഷത്തെ പുകഴ്ത്തിയുള്ള ഡോക്ടർ ശശി തരൂരിന്റെ ലേഖനത്തിന് പരോക്ഷ മറുപടിയുമായി കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ. പേരെടുത്ത് പറയാതെയാണ് കെ സുധാകരന്റെ മറുപടി. കോഴിക്കടകളും തട്ടുകടകളും ചേർന്നതാണ് വ്യവസായ മന്ത്രിയുടെ കണക്കെന്നാണ് പരിഹാസം. പൂട്ടിപ്പോയ കടകൾ വരെ ഉൾപ്പെടുത്തിയാണ് ചെറുകിട സംരംഭങ്ങളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റമെന്ന് അവകാശപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഉദ്യം പദ്ധതിയിൽ കടകളുടെ രജിസ്ട്രേഷൻ നടത്തിയതോടെയാണ് സംരംഭങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടായത്. പുതുതായി തുടങ്ങിയ 2.90 ലക്ഷം സംരംഭങ്ങളുടെ പട്ടിക പുറത്തുവിടാനും വ്യവസായ മന്ത്രിയെ കെപിസിസി അധ്യക്ഷൻ വെല്ലുവിളിച്ചു. കോൺഗ്രസിന്റെ മറ്റെല്ലാ നേതാക്കളും ശശി തരൂരിന്റെ ലേഖനത്തെ തള്ളിപ്പറഞ്ഞപ്പോൾ ലേഖനം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് മാത്രമായിരുന്നു കെ സുധാകരന്റെ നിലപാട്. കേരളത്തിന്റെ വ്യവസായ വികസനത്തെ പ്രകീർത്തിക്കുന്ന ഡോക്ടർ ശശി തരൂരിന്റെ ലേഖനത്തെ പിന്തുണച്ചും പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെന്നും അത് നേട്ടമാണെന്ന് പറയുന്നതിൽ ചിലർക്ക് വല്ലാത്ത പ്രശ്നമുണ്ടെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ശശി തരൂരിന്റെ ലേഖനത്തെ പിന്തുണച്ച CPI സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തി. സംസ്ഥാനത്തിന്റെ വ്യവസായ വികസനത്തെ പുകഴ്ത്തിക്കൊണ്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും MP-യുമായ ഡോക്ടർ ശശി തരൂർ എഴുതിയ ലേഖനം രണ്ടു തരത്തിൽ ഗുണം ചെയ്യുമെന്നാണ് സർക്കാരും LDF-ഉം കരുതുന്നത്. കേരളത്തിൽ ഒന്നും നടക്കുന്നില്ലെന്നും സർവ്വമേഖലയിലും പ്രതിസന്ധിയാണെന്നുമുള്ള പ്രതിപക്ഷത്തിന്റെ പ്രചാരണം തള്ളുന്നുവെന്നതാണ് തരൂരിന്റെ ലേഖനത്തിൽ CPM കാണുന്ന ഒന്നാമത്തെ അനുകൂല ഘടകം. നമ്മുടെ നാട്ടിലെ ഇത്തരം നേട്ടങ്ങൾ അത് നാടിൻ്റെ നേട്ടമാണല്ലോ, കേരളത്തിൻ്റെ നേട്ടമാണല്ലോ. ആ നേട്ടമാണ് എന്ന് പറയുന്നതിന് ചിലർക്ക് വല്ലാത്ത പ്രയാസമാണ്. സാധാരണഗതിയിൽ നമ്മുടെ നാട് ഒരു മെച്ചപ്പെട്ട അവസ്ഥയുണ്ടാക്കുമ്പോൾ അതിലാരും സന്തോഷിക്കുകയും ആ സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ. ആ സ്വാഭാവിക പ്രക്രിയയാണ് ഇവിടെ ഉണ്ടായത്. സംസ്ഥാന സർക്കാരിനോടുള്ള സമീപനത്തിൽ UDF-നെ നയിക്കുന്ന കോൺഗ്രസിൽ തന്നെ അഭിപ്രായ ഭിന്നതയുണ്ടെന്നതിന് തെളിവായും തരൂരിന്റെ ലേഖനത്തെ LDF കാണുന്നുണ്ട്. കോൺഗ്രസിന്റെ പരമോന്നത സമിതിയിൽ അംഗമായ തരൂരിന് തന്നെ വിയോജിപ്പുണ്ടെന്നത് പ്രചാരണത്തിൽ ഗുണം ചെയ്യുമെന്നും ഇടതുമുന്നണി കരുതുന്നു. പരസ്പരം കണ്ടാൽ മിണ്ടാത്തവരെല്ലാം കൈകോർത്ത് പിടിച്ച് പറഞ്ഞു ഷട്ടപ്പ് എന്ന് പറഞ്ഞു തരൂരിനോട്. അവരെല്ലാം ചേർന്ന് പറഞ്ഞിട്ടും തരൂർ പറഞ്ഞു ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന്. ഇടതുപക്ഷം ശരിയാണ്, ആ രാഷ്ട്രീയം ശരിയാണ്, അതിൻ്റെ വ്യവസായ കാഴ്ചപ്പാട് ശരിയാണ്, വികസന കാഴ്ചപ്പാട് ശരിയാണ്. തരൂർ പറഞ്ഞത് വസ്തുതയാണെന്ന് ചൂണ്ടിക്കാട്ടി ലേഖനം പ്രചരണ വിഷയമാക്കാനും ഇടതുപക്ഷം ശ്രമിക്കുന്നുണ്ട്. വസ്തുതകളെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരാൾക്കും തരൂരിൻ്റെ അഭിപ്രായം ശരിയാണെന്ന് പറയാം. ഞാൻ ചോദിക്കട്ടെ, തരൂർ പറഞ്ഞതിൽ എന്താ തെറ്റ്? അത് യഥാർത്ഥത്തിൽ വഷളാക്കിയത് കോൺഗ്രസിൻ്റെ ചില നേതാക്കളല്ലേ? അവരുടെ രാഷ്ട്രീയ നേതൃത്വം യഥാർത്ഥത്തിൽ ശരിയായ നിലയിൽ പ്രശ്നങ്ങളെ കാണാനും സമീപിക്കാനും അവർ കഴിയുന്നില്ല. തരൂരിന്റെ ലേഖനം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുക എന്ന തീരുമാനത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയും ഇടതു നേതാക്കളും ലേഖനത്തെ പിന്തുണച്ച് രംഗത്ത് വരുന്നത്. അദ്ദേഹം സൂചിപ്പിച്ച ഈ 3 രേഖകളെ സംബന്ധിച്ച് തെറ്റാണ് എങ്കിൽ ആ 3 രേഖകളും വെച്ച് അദ്ദേഹത്തെ വെല്ലുവിളിക്കുക, അതല്ലേ ചെയ്യേണ്ടത്. ഞാൻ ഈ 3 രേഖകൾ പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്ത AK സെന്ററിൽ ഉണ്ടാക്കി കൊടുത്ത രേഖയല്ലല്ലോ. 24 തിരുവനന്തപുരം. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.